യൂട്യൂബ് സൽസിന് വന്ദനം. റോയൽ കസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതെ, ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട്. ഇത് ലീവാണ്, സൺഡേ ആണ്, അതിനോട് നോൺ വെജ് വെച്ച് പിടിക്കാം നമുക്ക്. എന്നാ വീഡിയോയിലേക്ക് പോകാം, ഒന്നിച്ചുണ്ടാക്കാം. അതെ. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കായ്മുളക് എല്ലാം കൂടി അരച്ച് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് മാറ്റി വെക്കുന്നത്. അങ്ങനെ വായിക്കൂടി ചെറിയ കൊമ്പൊക്കെ ആളെ കുത്തിരുന്നെങ്കിൽ ഇതെന്ത് ഇത്ര വലിയ ഇഞ്ചി? ഇതിപ്പോ വലിയ ഇഞ്ചി കിട്ടിയില്ലേ? കരിഞ്ഞു പോയിക്കണം മറ്റേ സാധനോ കരിഞ്ഞ ചോര മാറോ? ഈ കൂടിയിട്ടാ വെളിച്ചെണ്ണ പറ്റിപ്പോയതേ. അത് മറ്റേ പോലെ അതുപോലെ ഞാൻ കുറേ നേരം പോയി നോക്കി. തീ കുറയ്ക്കണോ? പോകിയാ കുറച്ചു തക്കാളി ബീഫിലേക്ക് വേണ്ട മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരായി ചേർത്തത്. ആദ്യം തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി അല്പം കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്ത് നമുക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അത്യാവശ്യത്തിന് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. എല്ലാ പൊടികളും ഒന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത് നമ്മൾ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തായി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല എല്ലാ പൊടികളും ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ട് നേരത്തെ നമ്മൾ മസാല കുഴച്ച് വെച്ചിട്ടില്ലേ, അതും ഞങ്ങൾ 6 വിസിലടിച്ച് കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലകളും ഉള്ളിയും തക്കാളിയും ഈ ബീഫും എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. എല്ലാ ഫ്ലേവറും ഈ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഫുള്ള് കവർ ചെയ്ത് ഇളക്കി കൊടുക്കാൻ നോക്കാം. നോക്കണം, അത് കാണണോ?
ഇത് കഴിഞ്ഞിട്ടോ ഇതിൻ്റെ ഇതാ നമ്മളെ ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടി. വെന്ത് വന്ന ബീഫിലേക്ക് നമുക്ക് ആദ്യം വേവിച്ച് വെച്ച ബീഫിൻ്റെ കുറച്ച് സാലനുണ്ട്. കുക്കറിൽ വേവിച്ച് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. ഈ ഒരു വെള്ളത്തിൻ്റെ ഫ്ലേവറും കൂടി ഈ ബീഫിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഫ് മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബീഫ് മസാല കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കുന്നുണ്ട്. ഇതാ ലാസ്റ്റ് നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്മെല്ല് അടിപൊളിയായിരുന്നു. ആ മൂക്കിലേക്ക് കയറുമ്പോൾ നല്ലൊരു അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളെ ബീഫ് നമ്മളിതാ. ഇപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക്